ഹായ് ഓൾ, വെൽക്കം ടു ഫാമ PSC എക്സാം. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിനെ പറ്റി എന്ന് പഠിക്കാൻ പോകുന്നത് 5th സെമസ്റ്റർ B.Pharm യൂണിറ്റ് 2 രണ്ടാമത്തെ പോർഷനാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം. കാൽഷ്യം ചാനൽ ബ്ലോക്കർ അല്ലേ, അപ്പോൾ കാൽഷ്യത്തിൻ്റെ ചാനലുകൾ സെല്ലിലുണ്ടാവും, അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ കാൽഷ്യം ഉള്ളിലേക്ക് കിടക്കുമോ? ഇല്ല. അപ്പോൾ കാൽഷ്യം ഉള്ളിലേക്ക് കടന്നാൽ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് എന്തിനാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് മെയിൻലി കൊടുക്കുന്നത്? ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ വാസോ ഡൈലേഷനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഈ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ കാൽഷ്യത്തിൻ്റെ റിലീസിനെ കുറയ്ക്കുകയാണ് സെല്ലിനകത്തേക്ക്. സോ ഒരു പിക്ചർ കാണിക്കുക, അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. നോർമൽ കേസ് നോക്കുകയാണെങ്കിൽ ഈ കാൽഷ്യം ഉള്ളിലേക്ക് കടന്നു ചാനലിലൂടെ. അപ്പോൾ കാൽഷ്യം കാൽമോഡുലിൻ എന്നുള്ള പ്രോട്ടീൻ്റെ കൂടെ ചേർന്നിട്ട് കാൽഷ്യം കാൽമോഡുലിൻ കോംപ്ലെക്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. ആ കാൽഷ്യം കാൽമോഡുലിൻ കോംപ്ലെക്സ് എന്ത് ചെയ്യും? മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ് എന്നുള്ള എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ എന്താവും? മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസിൻ്റെ ഫോസ്ഫോറിലേഷൻ നടന്നിട്ട് മയോസിൻ ലൈറ്റ് ചെയിൻ ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ മയോസിൻ ലൈറ്റ് ചെയിൻ ഫോസ്ഫേറ്റ് എന്ത് ചെയ്യും? ആക്റ്റിൻ എന്നുള്ള പ്രോട്ടീനും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്തായി? കൺട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടായി. സോ ഇത് വാസോ കൺസ്ട്രിക്ഷൻ കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? BP ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതെല്ലാം നോർമൽ കണ്ടീഷനിൽ നടക്കുന്ന ഒരു കാര്യമാണ്. എബ്നോർമാലിറ്റിയിൽ ഈ കോൺട്രാക്ഷൻ കൂടുമ്പോഴാണ് BP കൂടാവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു കാൽഷ്യം ചാനൽ ബ്ലോക്കർ കൊടുത്താൽ പോരെ. ഈ കൺട്രാക്ഷനെ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, വാസോ ഡൈലേഷൻ നടത്തണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യുക? കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിനെ കൊടുത്തിട്ട് നമുക്ക് വാസോ ഡൈലേഷൻ ഉണ്ടാക്കാം. സോ ഇതാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കറിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. അപ്പോൾ നമുക്ക് ഇതായിട്ട് പറയാം. അപ്പോൾ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത് കാൽഷ്യം ചാനൽ റിസപ്റ്ററിനെ ആക്ട് ചെയ്യും, കാൽഷ്യത്തിൻ്റെ റിലീസ് സെല്ലിനകത്തേക്കുള്ള റിലീസിനെ കുറയ്ക്കും. അതെങ്ങനെ കുറയ്ക്കുന്നത്? കാൽഷ്യം എന്ത് ചെയ്യും? കാൽമോഡിലും പ്രോട്ടീനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ നോർമലി ആ ഒരു കാൽഷ്യം കാൽമോഡിനുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്തതിനെ കുറച്ചു. അതുപോലെ നമ്മൾ മയോസിൻ ലൈറ്റ് ചെയിൻ്റെ ഫോസ്ഫോറിലേഷൻ എന്നുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞില്ലേ, അതിനെ കുറച്ചു. ആ സ്റ്റെപ്പിനെ കുറച്ചു. അങ്ങനെ മസിൽ കൺട്രാക്ഷനെ നമ്മൾ കുറച്ചു. അങ്ങനെ സ്മൂത്ത് മസിലിൻ്റെ റിലാക്സേഷൻ നടന്നു. അങ്ങനെ വാസോ ഡൈലേഷൻ കിട്ടി. ഇതാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാം. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് മെയിൻലി 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കെമിക്കലി. ഓക്കെ, 1,4-ഡൈഹൈഡ്രോപിരിഡിൻസ് ആയിട്ടും ഡൈഫിനൈൽ ആൽക്കൈലമീൻസ്, ബെൻസോ തയസെപ്പിൻ ഡെറിവേറ്റീവ്, ഡൈഅമിനോ പ്രൊപ്പനോൾ ഈഥാർ. അപ്പോൾ 1,4-ഡൈഹൈഡ്രോപിരിഡിൻസിൽ വരുന്ന കുറച്ച് ഡ്രഗുകളാണ് അംലോഡിപ്പിൻ, ഫെലോഡിപ്പിൻ, നിഫിഡിപ്പിൻ, നിക്കാർഡിപ്പിൻ, നൈട്രഡിപ്പിൻ, നിമോഡിപ്പിൻ, നിസോൾഡിപ്പിൻ, ഇസ്രാഡിപ്പിൻ എക്സെട്ര. ഇത്രയും ഡ്രഗുകൾ അങ്ങനെ വരുന്നുണ്ട്. ഇനി ഡൈഫിനൈൽ ആൽക്കൈൽ അമീൻസിൽ വരുന്നതാണ് വെറാപ്പമിൽ. നെക്സ്റ്റ് ക്ലാസ് ആണ് ബെൻസോ തയസെപ്പിൻ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് അല്ലേ. അതിൽ വരുന്നതാണ് ഡിൽറ്റിയാസം എന്ന് പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഡൈഅമിനോ പ്രൊപ്പനോളിദസ്. ഇതിൽ വരുന്നതാണ് ബെപ്പെരഡിൽ എന്ന് പറഞ്ഞ ഡ്രഗുകൾ. ഇനി നമുക്ക് ഓരോ ഡ്രഗായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഡ്രഗ് ഇതിൽ വരുന്നത് വെറാപ്പമിലാണ് കേട്ടോ. വെറാപ്പമിൽ ഒരു നോൺ ഡൈഹൈഡ്രോപിരിഡിൻ ക്ലാസ് ഓഫ് ഡ്രഗാണ്. അപ്പോൾ നമ്മൾ ഡൈഹൈഡ്രോപിരിഡിൻ 1,4 ഡൈഹൈഡ്രോപിരിഡിൻ ക്ലാസ് ഓഫ് ഡ്രഗിൽ നിഫിഡിപ്പിൻ, അംലോഡിപ്പിൻ, ഫെലോഡിപ്പിൻ എന്ന് പറഞ്ഞു. ഇത് വരുന്നത് എന്താണ്? ഫിനൈൽ ഇഥൈലമീൻ. ഓക്കെ, ഫിനൈൽ ഇഥൈലമീൻ ആണ്. അപ്പോൾ നമുക്ക് ഏത് ക്ലാസിൻ്റെ അണ്ടറിൽ പറയാം? ഡൈഫിനൈൽ ആൽക്കൈലമീൻസിൻ്റെ ക്ലാസിൻ്റെ അണ്ടറിൽ വരാൻ പറയാൻ പറ്റില്ല നമുക്ക്. സോ ഇത് നോക്കൂ, ഇവിടെ 2 പൊസിഷനിലും ഡൈമെത്തോക്സി ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. അപ്പോൾ ഡൈഫിനൈൽ വന്നു അല്ലേ. പിന്നെ ആൽക്കൈലമീൻ അല്ലേ, നമുക്ക് ആൽക്കൈൽ. അപ്പോൾ ഇഥൈലമീൻ, ഇഥൈൽ രണ്ട് സൈഡിലും CH2CH2. അപ്പോൾ ഫിനൈൽ റിംഗിന്ന് പിന്നെ CH2CH2 അറ്റാച്ച്ഡ് ആണ്, വിച്ച് ഇസ് അറ്റാച്ച് ടു NCH3 ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പോർഷൻ പറയുകയാണെങ്കിൽ ഇതിൽ എക്സ്ട്രാ ഒന്ന് വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ, ഈ ഒരു കാർബണിൽ എന്തുണ്ട്? സൈനോ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ എന്താണ്? ഒരു പ്രൊപ്പൈൽ ലിങ്കേജും അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇറ്റ് ഈസ് എ ടെർഷ്യറി അമിനോ കോമ്പൗണ്ട് എന്ന് പറയാം. 3,4 ഡൈമെത്തോക്സി ഫിനൈൽ ഇഥൈൽ അമീൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നും കൂടെ നമുക്ക് പറയാം. സോ ഇതിൻ്റെ യൂസസ് എന്ന് പറയുകയാണെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷറിനും ഹാർട്ട് അരിത്തീമിയാസ്, ആൻജൈന പെക്ടോറിസിന് കൊടുക്കുന്ന ഡ്രഗാണ്. നെക്സ്റ്റ് ഡ്രഗാണ് ബെപ്പെരഡിൽ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്നത്. ബെപ്പെരഡിൽ, ഓക്കെ, ബെപ്പെരഡിൽ PR നമുക്ക് പറയാം പൈറോലിഡിൻ എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനാണ്. പൈറോലിഡിൻ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ എന്താ പൈറോലിഡിൻ എന്ന് പറഞ്ഞാൽ? പൈറോളിൻ്റെ ഫുള്ളി സാച്ചുറേറ്റഡ് ഫോമിനെയാണ് നമ്മൾ പൈറോലിഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്ക്, ഇവിടെ ഒരു പൈറോലിഡിൻ റിംഗ് സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലേ. ദിസ് ഇസ് ഓൾസോ ആൻ കാൽഷ്യം ചാനൽ ബ്ലോക്കർ. ഓക്കെ, ദെൻ ഈ ഒരു ന്യൂക്ലിയസ് അല്ലേ, ഇതെന്താണ്?
നൈട്രജൻ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു എ ഫിനൈൽ റിംഗ്, ദെൻ എഗെയിൻ അറ്റാച്ച്ഡ് ടു എ ബെൻസൈൽ റിംഗ്. അപ്പോൾ നമുക്ക് ബെൻസൈൽ, അപ്പോൾ ബെൻസൈലിന് എങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത്? ബെൻസീൻ റിങ് ഒരു CH2ലേക്ക് അറ്റാച്ച്ഡ് ആണെങ്കിൽ നമുക്ക് പറയാം ബെൻസൈൽ ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പോൾ ബെപ്പിരിഡിൽ നമുക്ക് ബെൻസൈൽ ഉണ്ട് എന്ന് പറയാം. ദെൻ ഒരു പൈറോലിഡിൻ ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ബെപ്പിരിഡിൽ ബെൻസൈൽ ഉണ്ട്, ഫിനൈൽ ഉണ്ട്, ഓക്കെ, അത് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു നൈട്രജൻ, ഓക്കെ, നൈട്രജനിലുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ദെൻ വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ഒരു CH2, ദെൻ ഈ സി വന്നിട്ട് ആരുമായിട്ട് അറ്റാച്ച്ഡ്? ഈ പൈറോലിഡിൻ ന്യൂക്ലിയസുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ദെൻ ഒരു ഈത്തർ അല്ലേ അല്ലേ, നമുക്ക് ഈ ഒരു ഈത്തർ CH2O CH2 അല്ലേ, അപ്പോൾ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ആൻ ഈത്തർ. ഓക്കെ, ഏത് ഈത്തറാണ്? ഒരു പ്രൊപ്പൈൽ ലിങ്കേജും കൂടെ വരുന്നില്ലേ? ഓക്കെ, ഈ ഈത്തർ പിന്നെന്താ ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പുമായിട്ടും കൂടെ അറ്റാച്ച്ഡ് ആണ്. നമ്മളിപ്പോൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ലേ, ഡൈ അമിനോ പ്രപ്പനോൾ ഈത്തറിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിലാണ് പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ ഡൈ അമിനോ 2 അമിനോ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. പ്രൊപ്പനോൾ ഇപ്പോൾ ജസ്റ്റ് പ്രൊപ്പൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ഈത്തർ ലിങ്കേജ്, ഓക്കെ, ഇതിൽ വന്നിട്ടുണ്ട്. സോ ഇതാണ് ബെപ്പിരിഡിൻ. ഈ ബെപ്പിരിഡിൻ എന്ന് പറയുമ്പോൾ കാൽഷ്യം ചാനൽ ബ്ലോക്കറാണ്. അതുപോലെ ഇത് ക്ലാസ് 4 ആൻറ്റി അരിത്തമിക് ഏജൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ, ഈ ബെപ്പിരിഡിൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ലോങ് ആക്ടിങ് കാൽഷ്യം ചാനൽ ബ്ലോക്കറാണ് ബെപ്പിരിഡിൻ. ആൻറ്റി ആൻജൈനൽ ആക്ടിവിറ്റി. സോ യൂസസ് നോക്കുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷനും ആൻജൈനയ്ക്കും കൊടുക്കുന്ന ഡ്രഗാണ്. നെക്സ്റ്റ് ഡ്രഗാണ് ഡിൽറ്റിയാസം ഹൈഡ്രോക്ലോറൈഡ്. സോ ഇതൊക്കെ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് എ ബേസിക് ന്യൂക്ലിയസ് ഇൻ ഡിൽറ്റിയാസം? അപ്പോൾ ദ ന്യൂക്ലിയസ് ഈസ് ബെൻസോതയസപ്പിൻ. നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഇതിലാണ് പഠിച്ചേ, ബെൻസോതയസപ്പിൻ ക്ലാസ്സിലല്ലേ. സോ ബെൻസീൻ ഉണ്ട്, ദെൻ തയസപ്പിൻ അല്ലേ, ഇതൊക്കെ ബെൻസീൻ ഉണ്ട്. തൈഅസപ്പിൻ, അസപ്പിൻ ഈസ് എ 7-membered റിങ് ഹാവിങ് എ നൈട്രജൻ. തൈഅസപ്പിൻ എന്ന് പറയുമ്പോൾ സൾഫർ ഉണ്ട്, തയ ഉണ്ട്, അസ ഉണ്ട്. സോ തയസപ്പിൻ ക്ലാസ് ഓഫ് ഡ്രഗിൽ വന്നു അല്ലേ. ഇനി വിച്ച് ഈസ് അറ്റാച്ച് ടു ഏതൊക്കെയാണ് നമുക്ക് പറയാം ഓരോ. സോ ഈ ഫസ്റ്റ് നൈട്രജനിൽ ഈത്തൈൽ NN ഡൈമീത്തൈൽ അമീനുമായിട്ട് അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് പൊസിഷൻ. പിന്നെ ഒരു കീറ്റോ ഉണ്ട്, പിന്നെ ഒരു എസ്റ്ററിൽ OCOCH3. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണമെന്നില്ല, OCOCH3. ദെൻ വിച്ച് ഈസ് അറ്റാച്ച് ടു അടുത്ത പൊസിഷൻ മെത്തോക്സി ബെൻസീനുമായിട്ട് അറ്റാച്ച്ഡ് ആണ് അല്ലേ. സോ ഇതാണ് ഡിൽറ്റിയാസം എന്ന് പറയുന്നത്. ഇത് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? കാൽഷ്യം ചാനൽ ബ്ലോക്കറിൻ്റെ അണ്ടറിലാണ്. ഇനി നമുക്കത് യൂസ് എന്താ നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് ആൻജൈന പെക്ടോറിസ് ആൻഡ് ഹൈപ്പർ ടെൻഷന് കൊടുക്കുന്ന ഡ്രഗാണ് ഡിൽറ്റിയാസം. ഇനി നമ്മൾ ഫസ്റ്റ് പഠിച്ച ക്ലാസിഫിക്കേഷൻ ഇല്ലേ, 1,4 ഡൈഹൈഡ്രോ പീരിഡിൻ. അപ്പോൾ പീരിഡിൻ എന്ന് പറയുമ്പോൾ ആ ബേസിക് ന്യൂക്ലിയസ് പീരിഡിൻ എന്നാന്ന് പറയാം അല്ലേ. അപ്പോൾ ഇത് നോക്ക്, ഇതിൽ പീരിഡിൻ ഇല്ലേ, ഇതിലെല്ലാത്തിലും പീരിഡിൻ ഉണ്ട് അല്ലേ. ഒന്നാമത്തെയും 4ാമത്തെ പൊസിഷനിൽ എന്ത് വന്നു? എക്സ്ട്രാ ഒരു ഹൈഡ്രജൻ വന്നു. അതുകൊണ്ടാണ് 1,4 ഡൈഹൈഡ്രോ പീരിഡിൻസ് എന്ന് പറയാം. ഇതിൽ നമുക്ക് 5 ഡ്രഗാണ് സിലബസിലുള്ളത്. എംലോഡിപ്പിൻ, ഫിലോഡിപ്പിൻ, നിക്കാർഡിപ്പിൻ, നെഫിഡിപ്പിൻ, നിമോഡിപ്പിൻ. ഓക്കെ, നമുക്ക് നിമോഡിപ്പിൻ, നിക്കാർഡിപ്പിൻ, നിഫിഡിപ്പിൻ ഇതിൽ NN ഓർത്തൂടെ. ഈ N ഓർക്കുമ്പോൾ നൈട്രോ ഉണ്ടെന്ന് നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം. സോ 4th പൊസിഷൻ, പീരിഡിൻ്റെ 4th പൊസിഷനിൽ ഒരു നൈട്രോ ബെൻസീൻ അറ്റാച്ച്ഡ് ആയിരിക്കും കേട്ടോ. ഏതാണ്? നൈട്രോ ബെൻസീൻ അറ്റാച്ച്ഡ് ആയിരിക്കും ഈ 3 ഇനി അടുത്ത് അംലോഡിപ്പിൻ, അംലോ ഫിലോ ലോ ക്ലോറോ, അങ്ങനെ ക്ലോറോ ബെൻസീൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കുക. ഫസ്റ്റ് അംലോയിൽ ഒരു ക്ലോറിനുള്ള ബെൻസീൻ റിംഗ് ആയിരിക്കും. ഫിലോഡിപ്പിനായപ്പോൾ 2 ക്ലോറിനുള്ള ബെൻസീൻ റിങ് അറ്റാച്ച്ഡ് ആയിരിക്കും. സോ ഇത് സിമിലാരിറ്റി ഉള്ള കാര്യങ്ങൾ. പിന്നെ ഇനി 2ാമത്തെയും 6ാമത്തെ പൊസിഷനിലും അതുപോലെ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. സോ അതൊന്ന് നോക്കാം. ഈ 2ാമത്തെ പൊസിഷനിൽ, സോ അമിലോഡിപ്പിനിൽ 6ാമത്തെ പൊസിഷനിൽ നമുക്കൊരു CH3 ഉണ്ട് പറയാം. ഇവിടെ ഒരു CH3 ഈ പൊസിഷനിൽ എല്ലാത്തിലും CH3 ആണ് വന്നിരിക്കുന്നത്. ഇനി അമിലോഡിപ്പിനിൽ പറഞ്ഞപ്പോൾ CH2O CH2 NH2 റിങ് ആയി അല്ലേ. അവർ 2ാമത്തെ പൊസിഷനിൽ വേറൊരു ന്യൂക്ലിയസ് വന്നു. ഫെലോഡിപ്പിനിലായപ്പോൾ CH3 വന്നു, നിക്കാഡിപ്പിനിലായപ്പോൾ CH3 വന്നു, നിമോഡിപ്പിനിലായപ്പോൾ CH3 വന്നു, നിഫിഡിപ്പിനിലായപ്പോൾ CH3 വന്നു. ആകെ ഒരു വ്യത്യാസം വന്നത് ഇവിടെ 2ാമത്തെ പൊസിഷനിൽ ഏതിലാണ് വന്നത്? അംലോഡിപ്പിനിൽ മാത്രമാണ് ആ ഒരു പൊസിഷനിൽ ചേഞ്ച് വന്നത്. ഇനി അടുത്ത സിമിലാരിറ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത പൊസിഷനിൽ വെച്ച് നോക്കാം അല്ലേ. അടുത്ത പൊസിഷനിൽ 3ാമത്തെ പൊസിഷൻ നോക്കാം അല്ലേ. 3ാമത്തെ പൊസിഷനിൽ അംലോഡിപ്പിൽ പറഞ്ഞപ്പോൾ COO CH2 CH3 ആയി. സോ ഇവിടെ വന്നപ്പോൾ COO CH3 ആയി. ഇവിടെ വന്നപ്പോൾ വേറൊരു ന്യൂക്ലിയസ് കൂടെ വന്നു അല്ലേ. COO CH2 NCH3 പിന്നെ ഒരു ബെൻസൈൽ റിംഗ് ആണ് CH2 ഫിനൈൽ അല്ലേ. ഈ റിങ് ബെൻസീൻ റിങ് അറ്റാച്ച് ചെയ്തു നിക്കാർഡിപ്പിനിൽ. ഈ ഒരു പൊസിഷനിൽ വന്നു. ഇപ്പം നിഫിഡിപ്പിനിൽ വന്നപ്പോൾ COO CH3 വന്നു അല്ലേ. അപ്പോൾ ഫിലോഡിപ്പിനിലും അതുപോലെ നിക്കാർഡിപ്പിനിലും എന്ത് സെയിം വന്നു? COO CH3 തന്നെയാണ് 3rd പൊസിഷനിൽ വന്നിരിക്കുന്നത്. അടുത്ത പൊസിഷൻ നിമോഡിപ്പിനിൽ നോക്കുകയാണെങ്കിൽ COO
എന്താണ് CH2 പിന്നെ ഒരു മെത്തോക്സി ലിങ്കേജ് വന്നു അല്ലേ, CH2 മെത്തഡ്. അപ്പോൾ ആംലോഡിപ്പിനും ഇവർ തമ്മിൽ നോക്കുകയാണെങ്കിൽ എന്താ വ്യത്യാസം? COO വരെ സിമിലർ ആയി, പിന്നെ അവിടെ CH3 വന്നു. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു മെത്തോക്സി കൂടെ വന്നു. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് വ്യത്യാസം നോക്കേണ്ടത് എവിടുത്തെ 5ാമത്തെ പൊസിഷൻ അല്ലേ, ഈ ഒരു പൊസിഷൻ. അപ്പോൾ ഫസ്റ്റത്തെ ആംലോഡിപ്പിലാണുമ്പോൾ COO CH3 വന്നു. സോ ഫെലോഡിപ്പിലാവോ COO CH2 CH3, അപ്പോൾ C2H5 വന്നു. നിക്കാർഡിപ്പിലാവോ COO CH3 തന്നെ സെയിം വന്നു. നിഫിഡിപ്പിലാവുമ്പോഴും COO CH3 തന്നെ വന്നു. സോ നിമോഡിപ്പിൽ വേരിയേഷൻ വന്നു അല്ലേ. അപ്പോൾ ഏതൊക്കെ ഈ ഫെലോയിലും നിമോയിലുമാണ് ഇവർ ഈ 5th പൊസിഷനിൽ അറ്റാച്ച്മെൻറ്റ്. COO ഒരു പ്രൊപ്പൈൽ ലിങ്കേജ്, CH3 അല്ലേ, ഒരു പ്രൊപ്പൈൽ ലിങ്കേജ് കയറി വന്നു. ഇവിടെ ഒരു പ്രൊപ്പൈലാണ്, ഇവിടെ ഒരു ഈഥൈൽ കയറി കേട്ടോ. ബാക്കിയൊക്കെ മീഥൈലാണ് ഉള്ളത്. ഫെലോഡിപ്പിലും നിമോഡിപ്പിലും മാത്രം 5ാമത്തെ പൊസിഷനിൽ വ്യത്യാസം. സോ ഇതാണ് 1,4 ഡൈഹൈഡ്രോപിരിഡിൻസ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ യൂസ് നോക്കണം കേട്ടോ. മെയിൻലി കാൽഷ്യം ചാനൽ, ഫസ്റ്റ് നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ എഴുതേണ്ടത് മെയിൻലി കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണെന്ന് എഴുതി വയ്ക്കുക കേട്ടോ. സോ ഫസ്റ്റ് ഡ്രഗ് നിഫിഡിപ്പിൻ, നമ്മളെന്താ ഡൈഹൈഡ്രോപിരിഡിൻ ഡെറിവേറ്റീവ് ആണ്, ഒരു മിഥൈൽ എസ്റ്ററാണ്, C-നൈട്രോ കോമ്പൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. യൂസസ് വാസോസ്പാസ്റ്റിക് ആൻജീന, ക്രോണിക് സ്റ്റേബിൾ ആൻജീന, ഹൈപ്പർ ടെൻഷൻ കൊടുക്കുന്ന ഡ്രഗാണ്. ഇനി നിക്കാർഡിപ്പിൻ ഒരു 2nd ജനറേഷൻ കാൽഷ്യം ചാനൽ ബ്ലോക്കറിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഹൈപ്പർ ടെൻഷൻ അതുപോലെ സ്റ്റേബിൾ ആൻജീന പെക്ടോറിസിന് കൊടുക്കുന്നതാണ്. ഇതൊരു നൈട്രോഫിനൈൽ പീരിഡിൻ്റെ ഒരു സിന്തറ്റിക് ഡെറിവേറ്റീവ് ആണ്. ഇനി നെക്സ്റ്റ് നിമോഡിപ്പിൻ ഡൈഹൈഡ്രോപിരിഡിൻ ആണ്, അതുപോലെ C-നൈട്രോ കോമ്പൗണ്ട് ആണ്. അതൊരു എസ്റ്റർ ക്ലാസിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഡൈകാർബോക്സിലിക് ആസിഡിൻ്റെ ഒരു എസ്റ്ററിലാണ് വരുന്നത്. അതിൽ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ട് ഡെറിവേറ്റീവ് ആണ് 2-മെത്തോക്സി ഈഥൈൽ എസ്റ്റർ, അതുപോലെ തന്നെ ഐസോപ്രോപ്പൈൽ എസ്റ്റർ, ഒരു ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് ഇവിടെ വരുന്നുണ്ട്. യൂസസ് പറയുന്നത് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സബ് അരക്കിനോയിഡ് സ്പേസിലുള്ള ഹെമറേജിന് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഈ നിമോഡിപ്പിൻ കൊടുക്കാറുള്ളത്. ഇനി ഫെലോഡിപ്പിൻ കൊടുക്കുന്നത് ഹൈപ്പർ ടെൻഷനും ആൻജൈനയ്ക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഗ്രൂപ്പുകളാണ് ഡൈഹൈഡ്രോപിരിഡിൻ ഡെറിവേറ്റീവ് ആണ്, അതൊരു ഡൈക്ലോറോ ബെൻസീനാണ്. ദെൻ ഈഥൈൽ എസ്റ്റർ ആൻഡ് മീഥൈൽ എസ്റ്ററും കൂടെയാണെന്ന് നമുക്ക് പറയാം. ദെൻ മേലെ UPSC നെയിമിൻ്റെ കുറച്ച് പോർഷനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് മീഥൈൽ ഉണ്ട്, ഈഥൈൽ ഡൈഎസ്റ്റർ ആണ്, അതുപോലെ 2,3 ഡൈക്ലോറോഫിനാൽ ഗ്രൂപ്പ് ഉണ്ട്. ദെൻ 2,6 ഡൈമീഥൈൽ, 1,4 ഡൈഹൈഡ്രോപിരിഡിൻ, 3,5 ഡൈകാർബോക്സിലിക് ആസിഡ് എന്നാണ് പറയുക. സോ ഇത്രയൊന്നും കാണുന്നില്ല, ജസ്റ്റ് ഏതാണോ ബേസിക് ന്യൂക്ലിയസ് നിങ്ങൾ ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ ഗ്രൂപ്പുകളാണെന്നൊക്കെ എഴുതിക്കാൻ നമുക്ക് കെമിസ്ട്രി എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഉത്തരം എഴുതാൻ പറ്റും. ഇനി ലാസ്റ്റത്തെ ആംലോഡിപ്പിൻ എന്ന് പറയുന്നത് ഫുള്ളി സബ്സ്റ്റിറ്റ്യൂട്ട് ഡൈആൽക്കൈൽ കോമ്പൗണ്ട് ആണ്, അതുപോലെ ഹൈ ബ്ലഡ് പ്രഷറിനും ആൻജൈനയ്ക്കും കൊടുക്കുന്ന ഡ്രഗാണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ കാൽഷ്യം ചാനൽ ബ്ലോക്കർ മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.